സ്വർണ്ണവെള്ളി അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇന്ന് സീറോ മലബാർ സഭയിൽ സ്വർണ്ണവെള്ളിയാണ്. നമുക്ക് സ്വർണം വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റിയ വെള്ളി എന്നല്ല അർത്ഥം. സ്വർണത്തെക്കാളും വിലയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി എന്ന് ഞാൻ ഉറപ്പോടെ പറയേണ്ട വെള്ളിയാഴ്ചയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു 40 വയസ്സുകാരൻ. ആള് ജന്മന മുടന്തനാണ്. എടുത്താണ് ആളുകൾ അവനെ അവിടെ ഇരുത്തുക. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി എത്തുന്ന പത്രോസും യോഹന്നാനും. അവൻ അവരോട് ഭിക്ഷയാചിക്കുന്നു. നേരെ നോക്കുന്നു പോലുമില്ല. പത്രോസ് യോഹന്നാനോടൊപ്പം നിന്നിട്ട് അവനോട് പറയുന്നു, ഞങ്ങളുടെ നേരെ നോക്കുക. സ്വർണമോ വെള്ളിയോ എനിക്കില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവം വസിക്കുന്ന ഇടമായ ജെറുസലേം ദേവാലയത്തിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന മുടന്തനായ മനുഷ്യന് യേശുവിനെ കൊടുക്കുന്ന പത്രോസും യോഹന്നാനും. അതിൻ്റെ ഓർമ്മയാണ് സ്വർണ്ണ വെള്ളി. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ള യേശുവിനെ ഞാൻ സ്വന്തമാക്കണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സമ്പത്തോ എൻ്റെ കഴിവോ ഒന്നുമല്ല. ഈശോയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ സമ്പത്ത് ഈശോയാണ്. എൻ്റെ ബലം എൻ്റെ വിശ്വാസമാണ്. അങ്ങനെ പറയാൻ പറ്റുന്നവർ പത്രോസും യോഹന്നാനും ചെയ്തതുപോലെ ചെയ്യും. അവരെന്താ ചെയ്തത്? അവർ നിൽക്കുന്നു, യാചകനെ കേൾക്കുന്നു, അവനെ നോക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവനെ തൊടുന്നു, അവനെ സൗഖ്യപ്പെടുത്തുന്നു. യേശു സ്വന്തമായിട്ടുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റുമോ യേശു എൻ്റെ സ്വന്തമാണ് എന്ന്, മറ്റെല്ലാത്തിനേക്കാളും ഉപരിയാണ് എന്ന്?